എനിക്ക് കല്യാണം വേണ്ടെന്നല്ലേ പറയണത്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല? 10-28 വയസ്സായില്ലേ, ഇനി എപ്പോഴാണ് സന്യസിക്കാൻ പോവാ? കല്യാണം കഴിച്ച് ഏത് നേരം ഇങ്ങനെ പ്രശ്നമായി നടക്കുന്നതിനേക്കാളും നല്ലതേ സന്യാസിയാവുന്നതാ. അതാണെങ്കിൽ കുറച്ച് മനസ്സമാധാനമെങ്കിലും കിട്ടുമല്ലോ. നീ എന്താടി മോളെ എങ്ങനെയൊക്കെ പറയണത്? പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കും അമ്മ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സിന് കല്യാണം കഴിഞ്ഞത്. അവരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് പോയതെന്നറിയോ? അവിടെ പോയിട്ട് പഠിപ്പിക്കുക, ജോലിയാക്കി തരാ. ഇപ്പോൾ ഒന്നുമില്ല, അവിടുത്തെ അടുക്കളപ്പണിയും ചെയ്തുകൊണ്ടിരിക്കുക. അവരൊക്കെ വിളിക്കുമ്പോഴേക്കേ ഓരോ സങ്കടം പറയുക. അതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ അമ്മ ഒരു കല്യാണത്തിന് സമ്മതിക്കുക? മോളെ, അതൊക്കെ ഓരോരുത്തരുടെ ജീവിതമല്ലേ. അതും പറഞ്ഞിട്ട് കല്യാണത്തിന് ആരും ഇങ്ങനെ പേടിക്കുവോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നല്ല സുഖമായിരിക്കും അമ്മ. അത് സ്വന്തം ലൈഫിൽ വരുമ്പോഴായിരിക്കും അതിൻ്റെ കഷ്ടപ്പാടും വേദനയൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. നീ ഒന്ന് കേട്ടിട്ടേ ജീവിതം അടുത്ത പോലെയുള്ള നിന്റെ സംസാരം. എന്താ കേട്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയണത്? ഓരോരുത്തരുടെ അനുഭവം കേട്ടിട്ട് എനിക്കും അതുപോലെ ആവുമെന്ന് പേടി അമ്മ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറയണത്. എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം പറയാം. ഇത്രയും കാലം വരെ നിന്റെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഓരോരുത്തർ വന്നത്, അതൊന്നും നിനക്ക് പറ്റിയില്ല. ഇനി എന്തായാലും അത് നിൽക്കില്ല. അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിച്ചിട്ട് നിന്നോ. അതെങ്ങനെ അമ്മ ശരിയാവുക? എൻ്റെ ജീവിതമല്ലേ, അപ്പം ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത്, അല്ലാണ്ട് അച്ഛനും അമ്മയാ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. മോളെ, നിന്റെ ജീവിതമാണത്. തീരുമാനം എടുക്കുന്നത് നീയാണ്, അല്ലെങ്കിൽ ഞങ്ങളല്ല. മോളെ, ഞങ്ങൾക്ക് പ്രായമായി വരുമല്ലേ, അമ്മ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതായിരിക്കും. മക്കൾ കല്യാണത്തിനൊന്നും സമ്മതിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മേൻ്റെ സ്ഥിരം ഡയലോഗ് തന്നെയാണ് അത്. ഞങ്ങൾക്ക് പ്രായമായില്ലേ, ഇനി എന്ത് ചെയ്യുന്നൊക്കെ. അല്ല അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ആരോ ഉണ്ട് അത്രേ, അവർ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നോക്കിയാലോ ഗിരിജേ? ഇത്രയും കാലം ഞാൻ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ച് ഏതെങ്കിലും ഒരു ചെക്കൻ വന്നാ? ഇല്ലല്ലോ. ഇതും ഇപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും വന്ന് കണ്ടിട്ട് പോകാൻ പറയാച്ചാ. അതിന് പിന്നെ വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ഓ, സമ്മതിച്ചല്ലോ. ഇനി ഇങ്ങോട്ടൊന്നും വരണ്ട, നിങ്ങൾ പുറത്ത് പോയിട്ട് കണ്ടോ. എന്തായാലും നന്നായി. വെറുതെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മുടെ സമയം കളഞ്ഞ് അവരുടെ സമയം കളഞ്ഞ് ചായ ഉണ്ടാക്കി. എന്തായാലും ഞാൻ മൂപ്പനെ പോയി കണ്ടിട്ട് വരട്ടെ. പിന്നീട് ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുത്താലോ. എന്നാൽ പിന്നെ മോളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഒരു സമയം പറ. എന്നാൽ പിന്നെ അവരുടെ അടുത്ത് പറയാലോ. എന്നാൽ പിന്നെ ഇന്ന് തന്നെ കാണാം അച്ഛാ. എനിക്കിന്ന് വേറെ പരിപാടിയൊന്നുമില്ല. പയ്യൻ കഞ്ചിക്കോട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് അവൻ്റെ സൗകര്യം കൂടി നോക്കണ്ടേ? എന്നാൽ പിന്നെ ഞാൻ അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കാം. തിരിച്ചേ ഒന്ന് ഫോൺ എടുക്ക്, ഒന്ന് വിളിക്കട്ടെ. അച്ഛാ, എൻ്റെ ജീവിതമാണ്. ഞാൻ അത്രയും നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. ഇത് പറ്റിയില്ലെങ്കിൽ ഞാൻ നോ പറയുവേ. അച്ഛനെ എന്നെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഇതൊന്ന് പറ്റും തോന്നുന്നുണ്ട് മോളെ. എന്തായാലും നീ ഒന്ന് കണ്ടിട്ട് വാ. എന്നിട്ട് വേണമെങ്കിൽ നമ്മളെന്താ വേണ്ടി ചെയ്യാം. അച്ഛാ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആള് വന്നിട്ടില്ല. അല്ല, എത്തിയപ്പോൾ ഞാൻ അച്ഛനൊന്ന് വിളിച്ചു നോക്കിയതാ. അച്ഛാ, കഴിഞ്ഞിട്ട് പറയാ. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പം എത്താന്നാ പറഞ്ഞത്. ശരി എന്നാ. എന്ത് എത്ര നേരം? എടോ, ഹലോ. എത്തിയോ? സോറി കേട്ടോ, ഞാൻ ചെറിയൊരു ട്രാഫിക്കിൽ കുടുങ്ങി. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പുറം വെച്ചതാ. നമുക്ക് ഇപ്പുറം നിൽക്കാം, ഇവിടെ കുറേ വണ്ടി വരും. കാർ ആ സൈഡായിരിക്കില്ലേ വെച്ചത്? വൈകിയോ? ഇല്ല, ഞാൻ എത്തിയിട്ട് ഇങ്ങനെ വിളിക്കാൻ നിൽക്കായിരുന്നു. അതിനിടയ്ക്ക് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അല്ല, അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? സ്കൂട്ടിയിലാണോ? അല്ല, വീട്ടിൽ ആ കൂടി ഒരു സ്കൂട്ടിയേ ഉള്ളൂ. അത് അച്ഛൻ കൊണ്ടുപോകും. പിന്നെ ഞാൻ സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഓട്ടോയിൽ വന്നതാ. അല്ല, വിളിച്ചപ്പോൾ അനിയൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സന്ധ്യ വന്നില്ല? അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവനൊരു പ്രൊമോഷൻ വർക്ക് വന്നപ്പോഴേ അങ്ങനെ പോയതാ. ശരിക്കും കിഷോറിൻ്റെ ആരാന്നാ പറഞ്ഞത്? ഞാൻ കിഷോറിൻ്റെ വല്യമ്മൻ്റെ മോനാ. പിന്നെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു പെണ്ണാണല്ലേ. എനിക്കിതും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. കുറച്ച് ആൾക്കാർ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ട്. അവർ അച്ഛനും അമ്മയും പെങ്ങളും അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ആദ്യം പരസ്പരം കണ്ട് ചെക്കനും പെണ്ണും ഇഷ്ടമാണെങ്കിലല്ലേ അതിനൊക്കെ കൊണ്ടുവരുന്ന കാര്യമുള്ളൂ. അല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞത്. അതെന്തായാലും അതായി. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നന്നായിട്ട് മാറി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സോറി, പേരെന്തായിരുന്നു? എൻ്റെ പേര് കീർത്തി. അജയ് എന്നല്ലേ പേര് പറഞ്ഞത്?
ആ അതെ, ഞാൻ ഇവിടെ കഞ്ചിക്കോട് BML വർക്ക് ചെയ്യുന്നത്. അല്ല, താനെന്താ ചെയ്യുന്നത്? ഞാനിപ്പം നിലവിലൊന്നും ചെയ്യുന്നില്ല, വെറുതെ വീട്ടിലിരിക്കുക, തിന്നുക, ഉറങ്ങുക, ആ ഒരു സെറ്റപ്പാണ്. കഴിഞ്ഞ മാസം വരെ എനിക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു എറണാകുളത്തായിരുന്നേ. അതിപ്പോൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പം വർക്കൊക്കെ ഒന്ന് നോക്കണം. ഞാൻ ചെന്നൈയിലായിരുന്നു പഠിച്ചത്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ വർക്ക് കിട്ടിയപ്പോൾ ഇനി നാട്ടിൽ നിന്ന് സെറ്റായത്. ആ അല്ല, അപ്പം വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോൾ അമ്മയോ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ ഒരു പനി വന്നായിരുന്നു. പിന്നെ അത് നോക്കാണ്ട് മഞ്ഞപ്പിത്തമായി, അങ്ങനെ കോംപ്ലിക്കേറ്റഡായി. അന്നേരം കുടുംബക്കാരും അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതാണ് ഒന്നുകൂടി കല്യാണം കഴിക്കാൻ. അച്ഛൻ അന്നേരം ചെറുപ്പമായിരുന്നു, എനിക്ക് കൂടി 15 വയസ്സല്ലേ ഉള്ളായിരുന്നു. പക്ഷേ ഇനി വരുന്ന ആൾ എന്നെ സ്വന്തം മോനെ പോലെ കണ്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അച്ഛൻ പിന്നെ കല്യാണം കഴിക്കാത്തത്. സോറി കേട്ടോ, വീട്ടിൽ നിങ്ങളും അച്ഛനും മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പം ഞാൻ അമ്മേൻ്റെ കാര്യം അങ്ങനെ ചോദിച്ചായിരുന്നു. അതൊന്നും സാരില്ലടോ, അതൊക്കെ അതിൻ്റെ ഇപ്പോൾ കുറേ ആയില്ലേ. ഇപ്പം എനിക്ക് അച്ഛനും ഞാനും അങ്ങനെ പോന്നു. വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഉള്ളത്. അച്ഛനിവിടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുക, അമ്മ പിന്നെ ഹൗസ് വൈഫും. അനിയൻ ഇൻഫ്ലുവൻസറാ, അവനെ അറിയില്ലേ? ആ സന്ദീപിനെ എനിക്കറിയാം, കിഷോറിനൂടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ എത്തണ്ടേ. അല്ല, അവൻ വഴിയാണല്ലോ ഇപ്പോൾ നമ്മളിങ്ങനെ പെണ്ണാണെന്ന് തന്നെ വന്നത്. അല്ല, BML അല്ലേ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇന്നെന്താ ഹാഫ് ഡേ ലീവ് ആക്കിയതാ? ലീവ് എടുക്കണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ കമ്പനിയിലേക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വാളയാർ പോകണം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപകാരമായില്ലേ, കുറച്ച് വൈകിട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. അതെന്തായാലും ഇപ്പോൾ ഉപകാരമായല്ലോ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ആൾക്കാർ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവരിങ്ങനെ കുറേ ആൾക്കാരായിട്ട് വരും. അപ്പം തന്നെ നമുക്ക് ഏകദേശം സ്വഭാവം മനസ്സിലാവുമല്ലോ. പയ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും, അവൻ്റെ അമ്മ കുറേ സംസാരിക്കും, അല്ലെങ്കിൽ പെങ്ങളതിൻ്റെ ഇടയിൽ കയറിയിട്ട് അച്ഛൻ. അപ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പം എൻ്റെ ഫ്രണ്ട്സും കുറേ അങ്ങനെ തന്നെയാണല്ലോ. അവർ കുറേ അമ്മായിമ്മ പോരും, നാത്തൂൻ പോരും പറഞ്ഞിട്ട് എപ്പോൾ നമ്മൾ വിളിച്ചാലും അവർക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് കുറേ ഡിമാൻഡൊക്കെ ഇട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോഴാണിങ്ങനെ. അപ്പം എന്തായാലും താൻ കോൾ അടിച്ചല്ലോ. എനിക്ക് അമ്മയില്ല പെങ്ങളും ഇല്ല, ആ കൂടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്നാലോ? ആ ആയിക്കോട്ടെ, നടന്നോ. നീ എന്താ എന്നെ കാണണം പറഞ്ഞത്? എവിടെ പോയിട്ട് വരിക? ഒന്നും പറയണ്ട മോളെ, ഞാൻ ഒരു ചെക്കൻ കണ്ടിട്ട് വരിക. അതെന്നെ നീ എന്നോട് പറയാതിരുന്നത്? ഞാൻ രാവിലെ കൂടെ വിളിച്ചതായിരുന്നല്ലോ. രാവിലെ കണ്ടപ്പോഴൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ലടോ, പെട്ടെന്ന് തീരുമാനിച്ചതാ. എന്തായാലും മൂപ്പനെ കണ്ടിട്ട് നിന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു, അങ്ങനെ വിളിച്ചതാ. കണ്ടിട്ട് ഇപ്പം എന്താ അവസ്ഥ? നിന്റെ ഡിമാൻഡിനൊക്കെ പറ്റുന്ന ആൾ തന്നെയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ സംസാരിച്ചവളം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ കുഴപ്പം? നിന്റെ ഈ ലോഡ് ഡിമാൻഡിന് പറ്റിയ ആളാണെങ്കിൽ പിന്നെ നീ എന്തിനാ വൈകിപ്പിക്കണേ? എസ് പറഞ്ഞൂടെ? അത് ശരിയാ, എൻ്റെ ഡിമാൻഡ് പറഞ്ഞാൽ നിനക്ക് അറിയാലോ. ഇതിപ്പോൾ മൂപ്പർക്ക് അച്ഛനും മാത്രമേ ഉള്ളൂ, അമ്മയും ഇല്ല പെങ്ങന്മാരും ഇല്ല. അപ്പോൾ ഓക്കെ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും തീരുമാനിച്ചില്ലടോ. ഇതുപോലത്തെ ഒരാളിനെയാണല്ലോ നീ കുറെ കാലമായിട്ട് തേടി നടന്നത്. ഇപ്പൊ കിട്ടിയില്ലേ? എന്നാ കെട്ടിക്കോ നീ. അതന്നെയാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അല്ല, നിന്റെ അവസ്ഥ എന്താ മോളെ? എൻ്റെ അവസ്ഥ പറയാതിരിക്കുന്നത് നല്ലത്. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായി, ഓരോരോ പ്രശ്നങ്ങളാ. ഒരു ദിവസം അമ്മായിയമ്മ, ഒരു ദിവസം നാത്തൂന്. ശരിക്കും പറഞ്ഞാൽ മടുത്തു മോളെ. എന്തിനാ ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് ആലോചിക്കാം ഞാൻ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വീട്ടിൽ കല്യാണം വേണ്ട, അല്ലെങ്കിൽ കുറേ ഡിമാൻഡൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ തലയെഴുത്ത് മോളെ. എല്ലാവരുടെ അവസ്ഥ ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അമ്മയും ഇല്ല പെങ്ങളൊന്നും ഇല്ല, ആകെ കൂടി ഒരു അച്ഛൻ മാത്രമേ ഇല്ലല്ലോ. നീ മൂപ്പരെ ഒന്നും കൂടി മനസ്സിലാക്കിയിട്ടേ ഓക്കെ പറയുകയാണെങ്കിൽ ഓക്കെ പറയാൻ നോക്ക്. ഇന്നിപ്പോൾ കണ്ടിട്ടില്ലല്ലോ, എന്തായാലും 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം പറയാം. ചാടി കയറി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ വില നമ്മളെ പോകുന്നത്. 2 ദിവസം കഴിയുമ്പോഴേക്കേ മൂപ്പര് വേറെ പെണ്ണ് നോക്കണമെന്നല്ലേ പറഞ്ഞത്? അതിലാരെങ്കിലും ഓക്കെ പറയും. അതിനു മുമ്പേ നീ പറയാൻ നോക്ക്. നീ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാൻ എന്തായാലും ഒന്നുകൂടി ആലോചിക്കട്ടെ. എന്നാൽ പിന്നെ ഞാൻ നടക്കട്ടെ, നീ വിട്ടോ. അപ്പൊ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തില്ലേ? ചെക്കൻ കണ്ട സ്ഥിതിക്ക് എനിക്ക് ചായ വാങ്ങിത്താ, അല്ലാണ്ട് ഞാൻ വിടില്ല നിന്നെ. നിനക്ക് ചായ അല്ലേ, അത് ഞാൻ വാങ്ങിച്ചു തരാം, വണ്ടി എടുക്ക്.
ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു പരിഷ്കാര് വീട്ടിലൊന്നും അല്ലടാ, അവിടെ ബ്രിട്ടീഷുകാരല്ലേ അങ്ങോട്ട് പോയിരിക്കുക. ആ പാണും പെണ്ണും തമ്മിൽ ഒറ്റയ്ക്ക് കാണണത്രേ. ആ കണ്ടോട്ടെ എന്ന് ഞാനും. അല്ല ചെക്കനോട് ഞാൻ തന്നെയാ പറഞ്ഞതൊന്ന് കെട്ടാനേ. ഈ അടിച്ചു ഉടച്ച് വൃത്തിയാക്കാനൊന്നും കഴിയുന്നില്ലടോ. അവള് വന്നാൽ പിന്നെ അതൊക്കെ അവള് നോക്കിയില്ലേ. ആ ഓ പിന്നെ പെണ്ണ് കൊണ്ടുവന്നിട്ട് കഴിയേണ്ട കുടുംബമൊന്നും അല്ലല്ലോ. ജോലിക്കൊന്നും വിടില്ല. അവൾ ഇവിടുത്തെ പണിയൊക്കെ എടുത്ത് ഇവിടെയൊക്കെ കൂടും. തന്നെയല്ലേ ജോലി. ആ ചെക്കൻ ഇഷ്ടമായി പറഞ്ഞിട്ട് കുറച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി കാണേണ്ട ചടങ്ങുണ്ട്. അപ്പം നിന്നെയൊക്കെ വിളിക്കാം, നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി നോക്കാം. ആ ശരി ശരി ഓ. അച്ഛാ എന്തായി, അവരിനെ വിളിച്ച് പറഞ്ഞോ? ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ. വെറുതെ എന്തിനാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സമയം കളയുന്നത്? അതുകൊണ്ട് നേരിട്ട് കല്യാണം നടത്തിയാൽ പോരെന്നാണ് അവർ പറയണത്. അല്ല അപ്പം എൻഗേജ്മെന്റ് ഒന്നും വേണ്ട? അവരെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? രണ്ട് വീട്ടുകാർക്കും ചിലവന്നല്ലേ, അത് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഒന്ന് നോക്കുമ്പോൾ അത് തന്നെയല്ലേ നല്ലത്. കല്യാണത്തിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അല്ല എന്നിട്ടിപ്പം അച്ഛനെന്താ അവൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്? ഞാനെന്ത് പറയാനാ, നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് വേണമല്ലോ എനിക്കൊരു കാര്യം പറയാൻ. ഒരു കണക്കിന് അവർ പറഞ്ഞാൽ ശരി തന്നെയാ, ചിലവ് കൂടുതൽ തന്നെയല്ലേ. എൻഗേജ്മെന്റ് നടത്തി കുറേ ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഓണവും വരുന്നു. എന്തായാലും നമുക്കൊരു ഡേറ്റ് കാണാമല്ലോ അച്ഛാ. എന്നാൽ പിന്നെ ഇന്ന് തന്നെ പോയിട്ട് ഒരു പണിക്കാരനെ കാണാം, എന്നിട്ട് ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ആ അച്ഛാ, അതെന്താ അച്ഛാ, അച്ഛൻ നോക്കിക്കോ. എന്തോ ഒരു ഭാഗ്യത്തിന് ഇടയിൽ ബ്രോക്കർ ഇല്ലാത്ത കാരണം നമുക്ക് ആ ചിലവൊന്ന് കുറഞ്ഞു കിട്ടി. അല്ല ബ്രോക്കർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? അപ്പൊ എത്രയും കാലം ഇടയിൽ നിന്ന് നോക്കിയ ഞാൻ ആരായി? നല്ല ആൾക്കാർ. ആ ബ്രോക്കർ ഫീസ് എനിക്ക് തന്നോ, ഞാൻ മേടിച്ചോളാം കേട്ടാ. അച്ഛാ കല്യാണ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നടാ. അതിന് നീ ഫുള്ള് തിരക്കന്നെയല്ലേ, ഓരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിന്നൊന്ന് അടുത്ത് കിട്ടിയല്ലേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുക. ഓ മതിയടി ചേച്ചി, നീ കല്യാണം സെറ്റ് ആയപ്പോ നമ്മളെയൊക്കെ മറന്നൂല്ലേ? നല്ല പെങ്ങളെ കിട്ടാ. എടാ മതി, എന്നാലും നീ നിന്റെ തിരക്ക് സമ്മതിക്കില്ല അല്ലേ? അതൊക്കെ ഞങ്ങളുടെ തലക്കിട്ടോ. എനിക്കെന്ത് തിരക്ക്, 2-3 ഷൂട്ട് ഉണ്ടായിരുന്നു, അതെടുത്തു കഴിഞ്ഞു. അല്ലേ ചേച്ചി, അവരിപ്പോ എന്താ പറയുന്നു? അവരിപ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് കല്യാണം മതി എന്നാ പറയണത്. ഒന്ന് നോക്കുമ്പോൾ നമുക്കും അതിനല്ലേ നല്ലത്. എന്നാ പിന്നെ മണ്ഡപം ഞാൻ ബുക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷൂട്ട് പോയവിടെ എനിക്കതുകൊണ്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരിക്കും. ആ അത് ജസ്റ്റ് നീ ഒന്ന് പറഞ്ഞു വെക്കേ. എന്തായാലും ഡേറ്റ് കണ്ടല്ലേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയെങ്കിലൊക്കെ റെഡി ആയില്ലേ? എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ചെറുപ്പം തൊട്ടേ നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടല്ലേ ഉള്ളൂ. ഇതാ ഇപ്പൊ കല്യാണം അങ്ങനെ തന്നെ. നീ എന്തൊക്കെ ഡിമാൻഡാ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു നീ കല്യാണം കഴിയാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. ആ എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ എന്ത് വിചാരിച്ചാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. എന്തായാലും അടിപൊളി ചേച്ചി. ആ വീട്ടിൽ അജയേട്ടനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. ഏട്ടനാണെങ്കിൽ പാവമാണ്, എനിക്കറിയുന്നതാ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓക്കെ പറഞ്ഞത്. ഇനിയും കിട്ടിയില്ലെങ്കിലേ എൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും. അല്ല ഇനി വെയിറ്റ് ചെയ്തിട്ട് എവിടേക്ക്? എനിക്കിപ്പോൾ കല്യാണം കഴിക്കണ്ടേ? നീ കെട്ടാണ്ടിരുന്നാലേ അവസാനം ഞാൻ പെട്ടു. അല്ല നീ എന്ത് വിട്ടു? നിനക്ക് ഓൾറെഡി ആളുണ്ടല്ലോ. അച്ഛാ ഇവന്റെ കാര്യം അറിയില്ലല്ലോ. ചേച്ചി അച്ഛൻ നിൽക്കണില്ലേ? പ്ലീസ് ചേച്ചി. എന്നാ പിന്നെ നീ മിണ്ടാതിരുന്നോ, അല്ലെ ഞാൻ എല്ലാ കാര്യം അച്ഛൻ്റെ അടുത്ത് പറയുവേ. എന്താടാ അവളെന്താ പറയണേ? അച്ഛാ ഒന്നുമില്ല, അവള് ചുമ്മാ വെറുതെ പറയണേ. എടി ചേച്ചി നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. കല്യാണത്തിന് നമുക്ക് DJ വെക്കണം. അച്ഛാ എനിക്ക് എന്താ വേണ്ട ഞാൻ തന്നെ വിളിച്ചത്. അങ്ങോട്ട് പാടും പിള്ളേരുടെ ഒരു കാര്യം. എടാ കുറച്ച് നേരത്തെ പെൺകുട്ടിൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു ഡേറ്റ് കണ്ടത്രേ, നമുക്ക് ഓക്കെ ആണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ അച്ഛാ, അവർ ഏത് ഡേറ്റാണ് പറഞ്ഞേ? ഇതിപ്പോൾ നമ്മളെ എൻഗേജ്മെൻ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് കല്യാണം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അവരൊരു ചിങ്ങത്തിലൊരു ഡേറ്റ് കണ്ടത്രേ. ചിങ്ങം പറഞ്ഞാൽ ആയില്ല, ചെന്നിപ്പോൾ കർക്കിടക ഭാവല്ലേ. ഇനിയിപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ ചിങ്ങമായി. അല്ല അപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ കല്യാണം വേണ്ടി വരുമോ? ചിങ്ങം ലാസ്റ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ ചിങ്ങം തുടങ്ങില്ലേ. എടാ ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി, അതിലാരും കല്യാണം കഴിക്കുമോ? അതായത് തുലാതിൽ നല്ല മഴയുണ്ടാവും. ഇനി ഭാഗം നോക്കണ്ട, നമുക്കൊരു ചിങ്ങം ലാസ്റ്റിന് അവർ പറഞ്ഞ ഡേറ്റിന് നോക്കാം അല്ലേ? ആ അച്ഛാ, അതെന്താ വെച്ചാ അച്ഛൻ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി. നിന്നോട് അഭിപ്രായം ചോദിച്ചൊന്നുമല്ല, ചിങ്ങത്തിൽ തന്നെ നടത്തും ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടി ഇങ്ങോട്ട് വരട്ടെ. ആ അച്ഛാ. ആ എന്നാ പിന്നെ ഈ വിളിക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഞാനൊക്കെ തരാം.
നീ ഇന്നോ നാളെയേ നേരിട്ടങ്ങ് പോയി വിളിക്കണം കേട്ടോ. അച്ഛാ നേരിട്ട് പോകണമെന്നൊക്കെ ഉണ്ടോ? ഒന്നാമത് മഴയല്ലേ, പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാം, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അച്ഛാ അവർക്ക് വാട്സപ്പിൽ ഇൻവിറ്റേഷൻ അയച്ചാൽ പോരെ? നിങ്ങളുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ പരിഷ്കാരം ഇവിടെ വേണ്ട. വാട്സാപ്പിലൂടെയാണോ കല്യാണം വിളിക്കുന്നത്? അല്ല മര്യാദക്കില്ലേ, നേരിട്ട് തന്നെ പോണം. അല്ല അച്ഛൻ ഞാൻ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ നേരിട്ട് തന്നെ പോ. നീ ഇങ്ങോട്ട് അഭിപ്രായം പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. അല്ല നീ ഇന്ന് പോകുന്നില്ലേ? അച്ഛൻ ഞാൻ പോകാന്നൊക്കെ തന്നെ. എടാ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനു മുമ്പ് കാണാൻ പോണം കറങ്ങാൻ പോണം പറഞ്ഞിട്ട് അവള് വിളിച്ചു പറഞ്ഞിട്ടേ നീ ലീവാക്കി പോവാൻ നിൽക്കണ്ട. കല്യാണം കഴിച്ചാലും കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടതല്ലേ? അച്ഛൻ മനസ്സിലായി. എന്നാ പിന്നെ വേഗം കഴിച്ചിട്ട് പോവാൻ നോക്ക്. ശരി. അമ്മയും കൂടി വാ അമ്മ, ഞാൻ അടുത്താ ശരിയാവില്ല. എനിക്കൊന്നും വയ്യ മോളെ. നിന്റെ കൂടെയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വന്നാലേ മനുഷ്യന് ദേഷ്യം പിടിക്കും. എന്താ അമ്മ, ഞാൻ വേഗം എടുക്കാം, അമ്മ ജസ്റ്റ് ഒന്ന് വന്നാ മതി. സാധാരണ ഒരു പരിപാടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലേ 3-4 മണിക്കൂർ ആകും വലിച്ചിട്ടിട്ട്. ഇപ്പൊ പിന്നെ പറയണോ? ഈ അമ്മ എന്താ അങ്ങനെ? പൈസ നമ്മളല്ലേ കൊടുക്കണത്, അപ്പൊ അവന്റെ ഇഷ്ടത്തിന് എടുത്തിട്ട് വരാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കുറെ നേരം നോക്കി ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് വരികയല്ലേ. എന്തായാലും നീ പോയിട്ടേ നിനക്ക് ഇഷ്ടപ്പെട്ടത് നല്ലത് നോക്കി എടുത്തിട്ട് വാ. എനിക്കൊന്നും വരാൻ വയ്യ. അല്ല അമ്മയ്ക്ക് എന്താ വേണ്ടത് പറഞ്ഞത്? ടിഷ്യൂ മോഡലുള്ള സാരി അല്ലേ, ഞാൻ എടുത്തു തരാട്ടാ. എന്തായാലും നീ പോകണ്ടല്ലോ, എനിക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വാ. അങ്ങനെ വരാത്തവർക്ക് എടുക്കാനുള്ള പരിപാടി ഞാൻ നിർത്തി. വേണമെങ്കിൽ അച്ഛനും അമ്മയും കൂടി പൊക്കോ, എന്തായാലും വരില്ല പറഞ്ഞില്ല എൻ്റെ കൂടെ. അത് ഞങ്ങൾ എടുത്തോളാം. നീയേ നിന്റെങ്കിലും പോയിട്ട് മര്യാദയ്ക്ക് എടുത്തിട്ട് വാ. വല്ലാത്ത അമ്മ തന്നെ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോണ്ടേ? എടാ നാത്തൂൻ പ്രസവത്തിന് വന്നിട്ടുണ്ടേ, അതാ നീ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഞാനില്ലാന്ന് പറഞ്ഞത്. അതിന് നാത്തൂനല്ലേ പ്രസവത്തിന് വന്നിരിക്കണേ, നിനക്കെന്താ കുഴപ്പം? സ്വന്തം വീട്ടിൽ തന്നെ പോയിട്ട് 2-3 മാസമായിടാ. ഇനി ഇവരുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീട് കാണാൻ പറ്റുക. നീ ഇങ്ങനെ ഓവറായിട്ട് അമ്മായിമ്മേരി നാത്തൂൻ്റെ പുറകെ നടക്കാൻ നിൽക്കല്ലേ, അവസാനം പണി കിട്ടുകയുള്ളൂ. അത് നീ പറയൊന്നും വേണ്ട, എനിക്ക് അനുഭവം ഉണ്ട്. ചെറിയ നാത്തൂൻ പ്രസവത്തിന് വന്നിരിക്കുക, അവന്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കണം. നാത്തൂന്റെ കാര്യമൊക്കെ നീ എന്തിനാ നോക്കണത്? അവിടെ അമ്മായിമ്മയില്ലേ, അല്ലെങ്കിലും അവരുടെ മോളല്ലേ, അവർക്ക് അത് നോക്കാൻ പറ്റില്ല? ആ അമ്മയ്ക്ക് കാലിന് വയ്യാത്തതാടാ, അവിടുത്തെ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇപ്പൊ അവള് വന്നപ്പോ പണി കുറച്ച് കൂടിപ്പോയി. അതൊക്കെ ഓക്കെ, പക്ഷെ നിനക്ക് വീട്ടിൽ പോകണം തോന്നിയാൽ പോയിക്കൂടെ? അതിന് ഇനി ആരുടെ പെർമിഷൻ നോക്കിയിരിക്കുക? പോയാ പിന്നെ അത് മതി. ഞാൻ തിരിച്ചു വരുമ്പോ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു സമാധാനം ഉണ്ടടാ. ഞാൻ പോയി കഴിഞ്ഞാലേ എന്നെ എന്റെ വീട്ടുകാരെ കുറിച്ച് എപ്പോഴും കുറ്റങ്ങളാ. അതിനെക്കാട്ടി നല്ലത് ഇവിടെ ഇരിക്കുന്നതാ. ഇങ്ങനെയൊക്കെ പേടിച്ച് എങ്ങനെയാടാ മുന്നോട്ട് ജീവിക്കുക? അല്ല അപ്പൊ നിന്റെ ഏട്ടനൊന്നും പറയാറില്ലേ? ഏട്ടൻ എന്ത് പറയാനാടാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രായമുള്ളവരല്ലേ, നീ മിണ്ടാതിരിക്കുന്നു പറയും. പിന്നെ ഞാനെന്ത് ചെയ്യാനാടാ? നീ ഇങ്ങനെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രതികരിച്ചാൽ മതി. അപ്പൊ പിന്നെ അവർ താനെ അടങ്ങിക്കോളും. പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടടാ, പക്ഷെ ഏട്ടനെ ആലോചിച്ചിട്ടാ. അതൊരു പാവാ. ഇവരെങ്ങനെയാന്ന് കരുതിയിട്ടേ ആ പാവത്തിന്റെ കൂടി മനസ്സമാധാനം ഞാനായിട്ട് കളയണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്നാലും നിന്റെ വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ ഉണ്ട്. അവിടെ ദിവസം കഴിയണ നിന്നെ സമ്മതിക്കണം കേട്ടാ. ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. ഞാൻ ഈ ലൈഫായിട്ട് പൊരുത്തപ്പെട്ടു. അതൊക്കെ പോട്ടെ, ഇന്നലെ ഏത് കളർ സാരി എടുത്തത്? കുറേ നേരം നോക്കി, വെറുതെ അമ്മ വരാതിരുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ മണിക്കൂർ കണക്കാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ ഒരു 4-5 മണിക്കൂർ നോക്കിയിട്ടേ അവസാനം ഒരു ഗ്രീൻ കളർ എടുത്തു. എത്ര പെട്ടെന്നാലേ നിന്റെ കല്യാണമായത്? നാളെയല്ലേ നിന്റെ പെണ്ണ് കാണാൻ വന്നത്? 1 മാസത്തിനുള്ളിൽ കല്യാണമായി, സാരി എടുത്തു. ഇതാ പറയണത്, എല്ലാത്തിനും ഒരു സമയമുണ്ടാണ്. അല്ല അപ്പൊ നീ എന്ത് പറഞ്ഞിട്ടാ ചാടിയത്? കുറച്ച് സമയം നിൽക്കാൻ പറ്റുമോ? അത് നമ്മുടെ റേഷൻ കാർഡിലേ തിരുത്തുണ്ട് പറഞ്ഞിട്ട് അമ്മായിമ്മ പറഞ്ഞു വിട്ടതാ. അവരുടെ കാര്യമായതുകൊണ്ട് ചോദ്യം പറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും അക്ഷയ സെന്ററിൽ എന്തെങ്കിലും തിരക്കുണ്ടെന്ന് പറഞ്ഞോളാം. എന്തായാലും നന്നായി. ഞാൻ ഇന്നലെ സാരി എടുക്കാൻ പോയപ്പോഴേ നിനക്കും കൂടി എടുക്കണം വിചാരിച്ചതാ. പിന്നെ എൻ്റെ സമയം ഇത്ര ആയതുകൊണ്ട് പിന്നെ അതിന് കിട്ടിയില്ല. എന്തായാലും നീയും വാ, ഞാൻ നിനക്കൊരു സാരി എടുത്തുതരാം. എനിക്കൊന്നും വേണ്ട, നീ എടുത്തില്ലേ അത് മതി. എന്താ വേണ്ടണ്ട്? നീ വരില്ലെങ്കിൽ വേണ്ട, ഞാൻ നിനക്കുള്ളത് എടുക്കാം, നീ ഇട്ടാ മതി പോരെ. നീ എന്തോ ചെയ്യും, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോട്ടെ, സേവ് ദ ഡേറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്? അതിനെപ്പറ്റി ഞാൻ പുള്ളിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ലടാ. എനിക്ക് തോന്നുന്നു മൂപ്പർക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാന്ന്. അധികം ദൂരമൊന്നും പോയില്ലെങ്കിലേ കോട്ടയിലോ കവയിലോ പോയിട്ട് 4-5 ഫോട്ടോ എടുക്കുക. അപ്പൊ അതൊക്കെയല്ലേ ട്രെൻഡ്.
ആ അതെവിടെയെങ്കിലും പോയി എടുക്കണം. പിന്നെ നമ്മുടെ ഗായത്രിൻ്റെയും സ്വാതിൻ്റെയൊക്കെ നമ്പർ നിൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കും തരണേ. അവരുടെ നമ്പറൊക്കെ ഞാൻ തരാം. നീയേ വണ്ടി കയറ്. നിന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് വേണം എനിക്ക് അക്ഷയയിൽ പോവാൻ. ഇനി ആ കാര്യം റെഡി ആയില്ലെങ്കിൽ ആ അമ്മച്ചീൻ്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. ആ എന്നാൽ പിന്നെ നീ വണ്ടി എടുത്തോ. 4:30 ആയില്ലേ? ഇപ്പോൾ ഒരു ബസ് ഉണ്ട്, അത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. ബാ. എടാ കല്യാണത്തിന് 10 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ സുരേഷിനെ വിട്ടിട്ടേ ആ ബാക്കിലെ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാൻ പറ. ആ അച്ഛാ ഞാനത് പോകുന്ന വഴിക്ക് സുരേഷ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പറയാം. എടാ സമയം 9 കഴിഞ്ഞില്ലേ? നീ ഇത് പോവാണ്ട് ഇവിടെ എന്തിരിക്കുക? ഞാൻ ഓഫീസിലേക്ക് പോകാമെന്നൊക്കെ ആയിരുന്നു അച്ഛാ. പെൺകുട്ടി വിളിച്ചിട്ട് സേവ് ദ ഡേറ്റിന് എന്തോ ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ. ലീവാക്കിയിട്ട് ഒരു പരിപാടിയും വേണ്ട. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞല്ലടാ. നിനക്ക് പൈസ കിട്ടിയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 2-3 ദിവസം ലീവ് എടുത്തോ, അത് മതി. അല്ല അച്ഛാ ഞാനത് പറഞ്ഞപ്പോൾ വേണ്ട വെച്ചതായിരുന്നു. പിന്നെ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെടുക്കുക ചോദിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ കയറും. ആ അവൾ ഈ പരിഷ്കാരിയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. ഈ പെണ്ണ് കാണാൻ വീട്ടിലേക്ക് വരണ്ട, പുറത്തേക്ക് വരണ്ട ഏതെങ്കിലും പെൺകുട്ടികൾ പറയോ? പിന്നെ എങ്ങനെയെങ്കിലും കല്യാണം നടന്നോട്ടെ വേണ്ട അന്നൊന്നും മിണ്ടാതിരുന്നത്. ഈ കല്യാണത്തിന് മുമ്പുള്ള ഈ കാണലും പിടിക്കലും ഫോട്ടോ എടുക്കുന്ന പരിപാടി ഒന്നും ഇവിടെ വേണ്ട. നീ അവളെ വിളിച്ചു വരുന്നില്ല. ഇത് പോ, ഓഫീസിൽ പോകാൻ നോക്ക്. അച്ഛാ അത് അത് അതിപ്പം ഞാൻ എന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? അല്ലടാ അത് 11 ആയില്ലേ? നിനക്ക് തന്നെ സാലറി കിട്ടിയില്ലേ? ആ അച്ഛത് ഇന്നലെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് എൻ്റെ കയ്യിൽ തരാത്തത്? എല്ലാ മാസവും കറക്റ്റായി തരുമല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അല്ല ചിലപ്പോൾ കല്യാണത്തിനൊക്കെ തിരക്കാരല്ലേ, അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടാ ഞാൻ കയ്യിൽ തന്നെ വെച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട. കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഇനി എന്ത് ചെലവേടാ? നിന്റെ കയ്യിൽ പൈസ വെച്ചാ അത് ചെലവായി പോവും. നിനക്കൊക്കെ നോക്കി ചെയ്യേണ്ടത് ചെലവാക്കാൻ അറിയില്ല. നീ ആ ATM അവിടെ വെച്ചേ. ശരി ശരി. ഞാൻ പോണച്ചാ. ഇത്രയും കാലം ഞാൻ പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. പുതിയ ഒരാൾ വന്നിട്ട് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച എന്നാലും ആളൊന്ന് വരട്ടെ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ എടോ താൻ എവിടെയാ? ഞാന് അല്ല ഇപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞതല്ലേ. ഏട്ടനെവിടെ എത്തി? എടോ ഞാനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചെക്ക് ഉണ്ട്. അതപ്പം ഞാൻ പോയില്ലെങ്കിൽ ശരിയല്ല, അതുകൊണ്ടാണ്. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എടാ ഒന്നും വിചാരിക്കല്ലേ, അത് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചെയ്യാം, എനിക്കൊരു 5 മണിയാകുമ്പോഴേക്കും ഓഫീസ് കഴിയും. എന്നിട്ട് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ വന്നാൽ മതിയോ? വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ക്യാമറമാൻ നേരത്തെ വരാൻ പറഞ്ഞതേ. എന്തായാലും അതിന് കുറേ സമയം എടുക്കില്ലേ. ഇനിയിപ്പോൾ ഏട്ടൻ വൈകുന്നേരം വരുന്നതുകൊണ്ട് നമുക്ക് കോട്ടയിൽ വെച്ച് എടുക്കുക. എന്തായാലും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. പ്ലേസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ. അല്ല ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഫോട്ടോ മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ ഇനിയിപ്പോൾ അതിനല്ലേ പറ്റുള്ളൂ. അല്ല ഏട്ടാ വേറെ ദിവസം ലീവ് കിട്ടുമോ ഇനി? എടോ ഇനിയിപ്പോൾ അത് കിട്ടും തോന്നുന്നില്ല. അല്ല ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവ് വേണ്ടേ, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ ക്യാമറമാനെ വിളിച്ചൊന്ന് പറയട്ടെ. അയാൾ വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് ക്യാൻസലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞതായിരുന്നേ. ശരി എന്നാൽ. ശരിടാ. ഈ അച്ഛൻ കാരണം പാവണ്ടോ. നീ വിളിച്ചപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകണമെന്നല്ലേ പറഞ്ഞത്? പോയില്ലേ? പോകാൻ വേണ്ടി ഇറങ്ങിയത് തന്നെയാടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ വിളിച്ചിട്ടേ എന്തോ തിരക്കുണ്ട്, ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 4-5 ഫോട്ടോ എടുത്തിട്ട് വരാം. നീ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞതേ വേറെ ഒന്നും കൊണ്ടല്ലടാ, ഇവിടെ ഒരേ തിരക്കായിരുന്നു. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ആക്കിയില്ലേ? ആ അല്ല അപ്പോൾ നിൻ്റെ അമ്മായിയമ്മ നാത്തൂനൊക്കെ എവിടെ?
അത് അവൾക്ക് പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞിട്ടേ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാ. എന്തായാലും നന്നായി. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ആയപ്പോഴേ എന്താ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയായിരുന്നു. വീട്ടിൽ പോയി ആകെ ബോറടിക്കൂടോ, അതപ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ക്യാൻസൽ ആയിട്ടൊന്നുമില്ലല്ലോ, എന്തായാലും വൈകിട്ട് പോകുന്നില്ലേ? അതൊക്കെ പോട്ടെ, നിന്റെ കല്യാണം വിളിയൊക്കെ എവിടെ എത്തി? അത് അച്ഛനും അനിയനും കൂടി വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അല്ലേ, അവർക്ക് ഞാൻ ഇൻവിറ്റേഷൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അമ്മായിച്ച മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് നീ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കൊന്നുമില്ലല്ലോ, ജോലിക്ക് പോയില്ലേ? വെറുതെ ഇരിക്കൊന്നുമില്ല, ഞാൻ അനിയനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ പോകണം. അല്ലപ്പം നീ എന്തിനാ ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ജോലി നോക്കൂടെ? കല്യാണം കഴിഞ്ഞ സമയത്തേ ഇവർ ജോലിക്ക് പോകണ്ട പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നതാടാ. നീ എന്തെങ്കിലും നോക്കണം. ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. നീ എന്തായാലും ജോലി നോക്ക്. ചിലപ്പം വരുമാനമൊക്കെ ആകുമ്പോഴേ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരും. പിന്നെ കഴിക്കാൻ എന്താ ഉണ്ടാക്കി രാവിലെ? എനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ അങ്ങോട്ട് പോകണം പറഞ്ഞപ്പം ചാടിക്കയറി ഇറങ്ങിയതാ. നീ താഴത്തേക്ക് വാ, ഞാൻ ദോശ ഉണ്ടാക്കി തരാം. അന്ന് ജോലി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞല്ലേ ഏട്ടാ? ഞാൻ എത്ര നേരം നോക്കി നിന്നു അറിയോ? പിന്നെന്താ വരാതിരുന്ന്? അന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഓഫീസിൽ തിരക്ക് വന്നപ്പോഴേ, പിന്നെ വന്നിട്ട് അച്ഛൻ പറഞ്ഞു കുറച്ച് സ്ഥലത്ത് ഇൻവിറ്റേഷൻ കൊടുക്കാണ്ടെന്ന്, അങ്ങോട്ട് പോയതാ. എന്നാ പിന്നെ ഒന്ന് നേരത്തെ വിളിച്ച് പറയണ്ടേ ഏട്ടാ? ഞാൻ ഇവിടെ എത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തു എന്നറിയോ? സോറിയടാ, അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഇനിയിപ്പോൾ അതിനെ സംസാരിച്ചിട്ട് ഇന്നത്തെ ദിവസം മൂടിയാളെ നിൽക്കണ്ട. അപ്പം നമുക്ക് എടോ ഒരു മിനിറ്റ്, അച്ഛനാണ്. ഹലോ. അച്ഛാ, ഞാനിവിടെ കോട്ടയിൽ വന്നിരിക്കുക. അതൊന്നുമില്ല, അന്ന് പറഞ്ഞൊരു സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല അച്ഛാ, ആ കുട്ടി അന്ന് തന്നെ ഞാൻ പോകാനിട്ട് പോയില്ലല്ലോ. അതിൻ്റെ പേരിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ആയി. കുറച്ച് നേരം അച്ഛാ, ആ കുട്ടി ആ ക്യാമറാമാനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, അത്രയും പൈസയൊക്കെ കൊടുത്തിട്ട്. അച്ഛാ ഓക്കെ അച്ഛാ, ശരി. എന്താ ഏട്ടാ അച്ഛൻ എന്തിനാ വിളിച്ച്? എടോ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ കുറച്ച് പഴഞ്ചനാണ്. പഴഞ്ചൻ മാത്രമല്ല, കുറച്ച് സ്ട്രിക്റ്റ് കൂടിയാടോ. അച്ഛൻ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് അതാടോ വരാതിരുന്നത്. ഇതിപ്പോൾ അച്ഛൻ അറിയാണ്ട് വന്നതാണ്. പക്ഷെ അച്ഛൻ ചോദിച്ചാൽ എനിക്ക് കള്ളത്തരം പറയാനും പറ്റില്ല. അച്ഛൻ പറയുന്നതേ ഈ കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട, എന്തായാലും കല്യാണത്തിന് ഫോട്ടോ എടുക്കുമല്ലോ, അത് പോരടാ. എന്താ ഏട്ടാ അച്ഛൻ പറയുന്നത് കേൾക്കാൻ? ഏട്ടാ ചെറിയ കുട്ടിയാ, ഏട്ടന് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ലേ? അല്ലടോ, ചെറുപ്പം മുതലേ അച്ഛൻ പറഞ്ഞത് മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ. എന്തായാലും ഇന്ന് ഫോട്ടോ എടുക്കണ്ടോ? ചിലപ്പോൾ അത് അച്ഛന് ഇഷ്ടമായില്ല. നമുക്ക് തിരിച്ചു പോയാലോ? അല്ല, ഇനി അച്ഛന് വേറെന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്? കല്യാണത്തിന് മുമ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്താമല്ലോ. അത് ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു. കാരണം നീ അന്ന് ഇൻസ്റ്റയിലൊരു സ്ലീവ്ലെസ് ഫോട്ടോ ഇട്ട് വന്ന് കാണിച്ചു തന്നില്ലായിരുന്നു? അങ്ങനത്തെ അച്ഛന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ജീൻസ് ഒന്നും ഇടാൻ സമ്മതിക്കില്ല. അല്ല, അതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണ് എടുക്കുകയെന്ന് അറിയില്ല. എന്തായാലും അവിടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇപ്പോൾ ചോദിച്ചത് നന്നായി. എടാ, പിന്നെ അച്ഛന് ഈ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതേ അത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. കുഴപ്പമൊന്നുമില്ല, ഞാനത് വന്നതിന് ശേഷം അച്ഛനോട് എങ്ങനെയാണ് സമ്മതിപ്പിക്കുക. അല്ല, എനിക്ക് അച്ഛൻ പോണ്ടെന്ന് പറഞ്ഞാലേ താൻ പിന്നെ. സന്തോഷമായിട്ടാ, എന്താ ഒന്ന് വരാൻ തോന്നിയത് ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ മോനെ അച്ഛൻ പറയുന്നത് കേട്ടിരുന്നോട്ടോ. വെറുതെ എന്തിനാ കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിൻ്റെ ജീവിതം കളയാൻ നിൽക്കുന്നത്? എന്ത്? താൻ എന്താ പറയുന്നത്? വേറൊന്നുമല്ല, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് എല്ലാം നിർത്താം. എടോ, നീ പെട്ടെന്നുള്ള ആവേശത്തിൽ ഓരോ തീരുമാനം എടുക്കല്ലേ. ഏട്ടാ, കല്യാണം കഴിഞ്ഞ് വന്നാൽ എന്തായാലും നിങ്ങളുടെ അച്ഛൻ്റെ അടിമയായിട്ട് ഞാൻ നിൽക്കില്ല. അവിടെ വന്ന് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം രണ്ടു കൂട്ടർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഈ ബന്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. താൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ? ഏട്ടാ, ഇപ്പം സമാധാനത്തോടെ പിരിയണം തന്നെയല്ലേ നല്ലത്. ചേച്ചി ഫോട്ടോ എടുക്കാ? ഇല്ല ഏട്ടാ, ഇനി സേവ് ദ ഡേറ്റ് ഒന്നും വേണ്ട. ഒരു സേവ് ദ ലൈഫ് ഫോട്ടോ എടുക്കണം. എന്ത്? ഒന്നുമില്ല, ചേട്ടൻ നടന്നോ, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. എന്നാ പിന്നെ ചേട്ടൻ വിട്ടോ. വൈകി പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞാലോ.
നീ എന്ത് പണിയാ കാണിച്ചേ? ഇത്രയും പെട്ടെന്ന് വേണ്ട വെക്കണമായിരുന്നോ? പിന്നെ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്ന നീ പറയണത്? ഒന്നുകൂടെ സംസാരിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാടാ തീരുമാനം എടുത്ത്. നീ വാ. മോളെ എല്ലാവരിനെയും കല്യാണം വിളിച്ചു. നീ പെട്ടെന്ന് കല്യാണം വേണ്ട പറഞ്ഞാൽ ഞാൻ അവരിനോടൊക്കെ എന്താ പറയുക? അതും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതം കളയണമെന്ന് അച്ഛൻ പറയണത്? അച്ഛാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനം തന്നെയാണ്. എനിക്കതായാലും ഈ കല്യാണം വേണ്ട. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണോ മോളെ? ഒന്നുകൂടി അവരെന്നോട് സംസാരിച്ചിട്ട് തീരുമാനം എടുത്തോളെ. ഇനി എന്ത് സംസാരിക്കാൻ അച്ഛാ? കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതല്ലേ. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം അതും ഇതും പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകും. അതെന്തായാലും രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പം തന്നെ അത് വേണ്ട വയ്ക്കുന്നത് തന്നെയല്ലേ. മോൾ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിന് ശേഷം അവരുടെ സ്വഭാവം മാറുകയാണെങ്കിലോ? ഇങ്ങനെയുള്ളൊരു സ്വഭാവം എങ്ങനെയാ വെച്ചാൽ മാറുക? ഞാൻ എന്താ ഒരു പരീക്ഷണ വസ്തുവാ? കല്യാണത്തിന് മുമ്പ് ഇവരുടെ സ്വഭാവം അറിയാണ്ട് പെട്ടുപോകുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അവിടെ പോയിട്ട് ഭർത്താവിൻ്റെ രീതിക്കും അമ്മായച്ഛൻ്റെയും അമ്മായമ്മൻ്റെയും നാത്തുവിൻ്റെ രീതിക്കനുസരിച്ച് മാറുന്ന എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? അവിടെ പോകുന്നതേ നമ്മുടെ വ്യക്തിത്വമാണ്. അതൊക്കെ കളഞ്ഞിട്ടിരിക്കണം എന്ന് അച്ഛൻ പറയണത്. അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ മോളെ. അച്ഛൻ പറഞ്ഞ പോലെ ഇത് അറിയാണ്ട് പോയി പെടുന്നവരുടെ അവസ്ഥയായിരിക്കും അതൊക്കെ. എന്നാലും ഞാൻ ഇത്രയും മനസ്സിലാക്കിയിട്ട് ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന അച്ഛൻ എന്തിനാണ് പറയണത്? ഞാനൊരു ബാധ്യതയായിട്ടാ? മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കുറേ കാലമായില്ലേ കല്യാണമായിട്ട്. അത് ശരിയാകാതെ ഇപ്പോഴല്ലേ ഒന്ന് ശരിയായത്. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ അച്ഛാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്നാലുണ്ടല്ലോ, ആ കാര്യത്തെപ്പറ്റി അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിലും ഡിവോഴ്സായ ഒരു പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല അച്ഛാ, അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ച് അഹങ്കാരി എന്നൊക്കെ കേൾക്കേണ്ടി വരും. അതും പേടിച്ചിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ അയാളുടെ അച്ഛൻ്റെ അടിമയായിട്ട് ഞാനവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും തീരുമാനം എടുത്തച്ചാ, ഈ കല്യാണം എന്തായാലും എനിക്ക് വേണ്ട. മോളെ, എൻ്റെ ഏട്ട ഓണപരിപാടിയിലാണ്. വീട്ടുകാരുടെ ഏട്ട പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ പറയണമെന്നുണ്ടോ? ശരി, ഞാൻ വെക്കണു. ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഈ കാര്യം പറഞ്ഞിട്ട് അച്ഛനോട് ദേഷ്യപ്പെടല്ലേ കേട്ടോ. എന്നെക്കാളും ടെൻഷനാണല്ലോ അച്ഛന്. ഞാൻ ഓൾറെഡി അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. എടോ, ഈ ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി കല്യാണം വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞാലേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്തൂടെ? ഇതാണോ ചെറിയ കാര്യം? മൂപ്പറിൻ്റെ അച്ഛന് അത്രയും പേടിയാ. അവർ അതുമായിട്ട് ശീലിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാനെങ്ങനെയാണോ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക? എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞ് പോയാലേ അത് വലിയൊരു പ്രശ്നമാകും. അതിനേക്കാളും മുമ്പ് ഇത് വേണ്ട വയ്ക്കുന്നതന്നെയല്ലേ നല്ലത്. എടോ, കല്യാണം എന്ന് വെച്ചാൽ താൻ എന്താ വിചാരിച്ചേ? എല്ലാം സ്മൂത്തായി മുന്നോട്ട് പോകുന്ന ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോളേജിൽ പഠിക്കുമ്പോൾ നീ എങ്ങനെയായിരുന്നു? ഡാൻസ്, പാട്ട് പറഞ്ഞിട്ട് ഒരു ഐറ്റത്തിലും പങ്കെടുക്കാത്തായിട്ടില്ലല്ലോ. ആ നീ തന്നെയാണോ ഇത്? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞാൽ നീ കല്യാണത്തിന് സമ്മതിക്കായിരുന്നോ? ഇല്ലടോ. ഇപ്പം നിനക്ക് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി, വേറെ ഒരു നിവൃത്തിയുമില്ല. അവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിന്നേ പറ്റൂ. അതുകൊണ്ട് മാത്രമല്ലേ നീ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. താൻ പറഞ്ഞ ശരിയാടോ, എല്ലാവർക്കും ഈ ധൈര്യം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാനെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ പറ.